ആലുവ KSRTC പരിസരത്ത് 10ഓളം പേരെ കടിച്ച നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. നായയെ ചൊവ്വാഴ്ച തന്നെ നഗരസഭാ അധികൃതർ പിടികൂടി കൂട്ടിലടച്ചിരുന്നു. നായ ഇന്നലെ ചത്തതിനെ തുടർന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നായയിൽ പേവിഷബാധ കണ്ടെത്തിയിട്ടുണ്ട്. മണ്ണുത്തിയിൽ വെച്ചാണ് നായയ്ക്ക് പോസ്റ്റ്മോർട്ടം നടത്തിയത്. നായയുടെ കടിയേറ്റ 10 പേരും ആദ്യഘട്ട ആന്റി റാബീസ് വാക്സിൻ എടുത്തിട്ടുണ്ട്. തുടർ ഡോസുകൾ സ്വീകരിക്കേണ്ട സാഹചര്യമാണ് ഉള്ളത്. ബസ് യാത്രക്കാർ, നഗരസഭാ കണ്ടിജൻസി ജീവനക്കാർ, അന്യസംസ്ഥാന തൊഴിലാളി, അഭിഭാഷകൻ എന്നിവർക്കാണ് കടിയേറ്റത്. ഇതിൽ അസമിലേക്ക് മടങ്ങിയ അന്യസംസ്ഥാന തൊഴിലാളിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. തിങ്കളാഴ്ച വൈകിട്ട് മുതൽ ചൊവ്വാഴ്ച ഉച്ചവരെയുള്ള സമയത്ത് ആലുവ KSRTC പരിസരത്ത് വെച്ചാണ് 10ഓളം പേർക്ക് തെരുവുനായയുടെ കടിയേറ്റത്. അടിയന്തര സാഹചര്യം നേരിടുന്നതിനായി ആലുവ നഗരസഭാ ചെയർമാൻ ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന് രാവിലെ 11 മണിക്ക് ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. നഗരസഭാ പ്രദേശത്ത് അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്ന നായകളെ കണ്ടെത്തി പേവിഷയ്ക്കെതിരായ കുത്തിവയ്പ് നടത്തും. നഗരസഭാ പ്രദേശത്തെ വളർത്തുനായകൾക്ക് പേവിഷയ്ക്കെതിരായ കുത്തിവയ്പ് നൽകിയിട്ടുണ്ടെന്ന് ഓരോ ഉടമകളും ഉറപ്പുവരുത്തണമെന്നും ചെയർമാൻ പറഞ്ഞു. ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ദീഖ് കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി.